ഞാൻ ചിന്നുവിനുള്ള ആഹാരവുമായിട്ട് വന്നതാ. ചിന്നുവിന് 3 നേരം ആഹാരം എത്തിക്കണമെന്ന് ജയരാമൻ സാർ എന്നെ കർശനമായി പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ചന്ദ്രമ്മേ, ആളെവിടെ? വന്നില്ലേ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ചന്ദ്രമ്മേ? ഡ്രൈവർ പയ്യൻ എവിടെ? അല്ല, ഇപ്പൊ അങ്ങനെ വിളിക്കാൻ പറ്റില്ലല്ലോ. മാഷ് എവിടെ? മോളെ, മഹി വരും. നിന്നെ ഈ അവസ്ഥയെ പോലും കാണാൻ പറ്റുന്നില്ല ചിന്നു. കോളേജിൽ വെച്ച് നീ തളർന്നു വീണപ്പോ നിനക്കെന്തെങ്കിലും സംഭവിക്കുമെന്നോർത്ത് എനിക്കൊരുപാട് പേടിയായിരുന്നു. എന്റെ മുന്നിൽ നിൽക്കുന്ന ആള് എന്റെ ജീവൻ കൈവിടാതെ പിടിക്കാനുള്ളപ്പോ ഞാൻ എന്തിനാ പേടിക്കുന്നത്? എനിക്ക് ജന്മജന്മാന്തര ബന്ധമുള്ള ഒരാളാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഞാനിവിടെ വന്നതും ഇങ്ങനൊരാളെ പരിചയപ്പെട്ടതും ദൈവനിശ്ചയമായിരുന്നു തോന്നുന്നു. ഞാൻ ഏത് ജന്മത്തിൽ ചെയ്ത പുണ്യത്തിന്റെ ഫലമാണെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഇങ്ങനൊരാളെ എനിക്ക് കണ്ടുമുട്ടാൻ കഴിയില്ലായിരുന്നു. ചിന്നു, ഞാൻ നിന്റെ കണ്ണുനീര് കാണാനല്ല വന്നത്. എനിക്ക് കാണേണ്ടത് നിന്റെ മുഖത്തെ ചിരിയാ, നിന്റെ മുഖത്തെ സന്തോഷം. നിന്നോടൊപ്പം ഞാൻ എന്നും ഉണ്ടാവും ചിന്നു. നിന്നെ പോലൊരു പെണ്ണിന്റെ സ്നേഹം കിട്ടണമെങ്കിൽ ഞാൻ ഒരുപാട് ഭാഗ്യം ചെയ്യണം ചിന്നു. പക്ഷെ അതിനുള്ള ഭാഗ്യം എനിക്കില്ല. ഞാൻ അബോധാവസ്ഥയിൽ കിടന്നപ്പോ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതൊക്കെ ഞാൻ ശരിക്കും കേട്ടു. അതെന്നോട് ഒന്നുകൂടി നേരിട്ട് പറഞ്ഞൂടെ? നേരിട്ട് കേൾക്കാൻ എനിക്ക് കൊതിയായി. ഞാൻ ചിന്നുനോട് ഇഷ്ടം പറഞ്ഞതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ചൊന്നും അവള് സംസാരിക്കാതിരിക്കുന്നത് ഒരർത്ഥത്തിൽ അത് നന്നായെന്ന് തോന്നുന്നു. ഒരാൾ ആദ്യമായി പറഞ്ഞ പ്രണയം ജീവിതത്തിൽ ഒരിക്കലും ഒരു പെണ്ണിനും മറക്കാൻ കഴിയില്ല. ദക്ഷയെ കല്യാണം കഴിക്കാമെന്നും ചിന്നുവിനെ മറക്കാമെന്നും ഞാൻ അമ്മയ്ക്ക് വാക്കുകൊടുത്താരും ഇപ്പൊ ചിന്നുവിനോട് പറഞ്ഞ ഈ അവസ്ഥയിൽ ചിന്നുവിനത് താങ്ങാൻ പറ്റത്തില്ല. സീതെ,
ചിന്നു നമ്മളെ പേടിപ്പിച്ചു കളഞ്ഞു. നമ്മൾ വിളിക്കുന്ന ദൈവം നമ്മളോടൊപ്പം ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ ചിന്നുവിന് നല്ല മാറ്റമുണ്ട്. ഡോക്ടർ വന്ന ഉടനെ എപ്പോഴത്തേക്ക് ഡിസ്ചാർജ് ചെയ്യാന്ന് ചോദിച്ചു നോക്കാം. ഈശ്വര, രക്ഷ. മോനെ, ദക്ഷ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പൊ പുറത്തേക്ക് പോയി അവളുടെ മുന്നിൽ ചെന്ന് ചാടും. ഇവിടെ തന്നെ എങ്ങോട്ടെങ്കിലും മാറും.